ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 48 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു 5 kVA ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് ഇൻവെർട്ടറാണ് പരിചയപ്പെടുന്നത്. UTL സോളാർ ബ്രാൻഡിങ്ങിൽ വരുന്ന സിഗ്മ എന്ന് പറയുന്ന മോഡലാണിത്. ഇതൊരു ഗ്രിഡ് എക്സ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. അതായത് പക്ക ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. സാധാരണ ഇതിൽ ഓൺ ഗ്രിഡ് പ്ലസ് ഓഫ് ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇതിൽ വർക്കിംഗ് ആവുന്നതാണ്. ഇതിൻ്റെ താഴെ ഭാഗത്ത് നൈലോൺ വീലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നിനും 2 സെറ്റ് വീതം വരുന്ന ഡിവൽ പാക്കഡ് ആയിട്ടുള്ള വീലുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് നമുക്കിതൊരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാനും ഒക്കെ സാധിക്കും. ഇതിൻ്റെ കണക്റ്റിംഗ് കേബിളുകൾക്കാണല്ലോ അത്യാവശ്യം 2 മീറ്റർ അടുത്ത് നീളം കൊടുത്തിട്ടുണ്ട്. ഹെവി ആയിട്ടുള്ള ബാറ്ററി കണക്റ്റിംഗ് കേബിളുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ AC സപ്ലൈ ഇൻ ആൻഡ് ഔട്ട് എടുക്കുന്ന സമയത്തും അത്യാവശ്യം ലെങ്തിൽ കേബിൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് പിന്നീട് ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ നല്ലതായിരിക്കും. വുഡൻ ബേസ് വരുന്ന വലിയ ഒരു പാക്കിംഗ് കേസാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തുണ്ടാകുന്ന എററുകൾ മാക്സിമം അല്ലെങ്കിൽ അതിനുള്ള സാധ്യത മാക്സിമം കുറവാണ്. ഇത്തരത്തിലുള്ള വലിയൊരു ക്യാബിനാണ്. നല്ല രീതിയിൽ തെർമോക്കോൾ ഇൻസുലേഷൻ കൊടുത്താണ് വരുന്നത്. ഇത്തരത്തിലുള്ളൊരു സിസ്റ്റം നമ്മൾ വെക്കുന്നതിലൂടെ ഭാവിയിലേക്ക് നമുക്ക് ഓൺ ഗ്രിഡിലേക്കും ഈ സിസ്റ്റത്തെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റ് ഇൻവെർട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 5 വർഷമാണ് കമ്പനി ഈ ഇൻവെർട്ടറിന് ഫ്രീ ഓൺസൈറ്റ് സർവീസ് വാറണ്ടി തരുന്നത്. 5 വർഷം വാറണ്ടിയുള്ള ഇൻവെർട്ടറുകൾ വളരെ കുറവാണ് മാർക്കറ്റിൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ നോക്കി കഴിഞ്ഞാൽ വലിയൊരു 4 ലൈൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു 4 ലൈൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ഒരുപാട് മോഡുകളുണ്ട്. നോർമലി ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് PCU സ്മാർട്ട് ഹൈബ്രിഡ് 3 മോഡുകളാണ്. ഇപ്പം നിലവിൽ നമ്മളിതിൽ സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ കണക്ട് ചെയ്തതാണ്. ഇപ്പോൾ ഹൈബ്രിഡ് മോഡിലാണ്. ഹൈബ്രിഡ് മോഡ് എന്ന് പറയുമ്പോൾ ഒരു സാധാ ഇൻവെർട്ടർ എന്നുള്ള ഒരു കണ്ടീഷനിലാണ് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. സോളാർ പാനലുകളൊക്കെ പിന്നെ വെക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഹൈബ്രിഡ് മോഡായിരിക്കും കറക്റ്റായിട്ടുള്ള മോഡ്. ഫുൾ ടൈം പവർ സപ്ലൈ എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോകുന്നവർക്ക് ഹൈബ്രിഡ് മോഡുകളാണ് വേണ്ടിയത്. ഇതിൽ സ്മാർട്ട് മോഡ് എന്ന് പറയുന്നൊരു മോഡുണ്ട്. അത് നമുക്ക് ഫുൾ ടൈം പവർ സപ്ലൈ, അതുപോലെ തന്നെ ഒരു സേവിങ്സ് കിട്ടും. അതായത് പകൽ സമയത്ത് ഫുള്ള് സോളാർ തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. വൈകുന്നേരം സോളാർ പ്രസൻസ് പോകുന്ന സമയത്ത് അപ്പോൾ തന്നെ KSEBിലേക്ക് അല്ലെങ്കിൽ ഗ്രിഡ് സപ്ലൈയിലേക്ക് മാറുന്നതാണ്. ബാറ്ററി വോൾട്ട് 11.5 വോൾട്ട് ഒരു ബാറ്ററിക്ക്, അല്ലെങ്കിൽ 50% താഴെ എപ്പോഴാണോ പോകുന്നത് ആ സമയത്ത് തന്നെ ഗ്രിഡിൽ നിന്നും ചാർജ് ചെയ്യുന്നതാണ് ഈ സ്മാർട്ട് മോഡിൽ. PCU മോഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും സേവിങ്സ് കിട്ടുന്ന ഒരു മോഡ് എന്ന് പറയുന്നത്. ആ മോഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം സോളാർ പവറിൽ തന്നെ 24 ഹവറും വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് രാത്രി സമയങ്ങളിൽ ബാറ്ററി ബാക്കപ്പ് തന്നെ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഒരു നിവൃത്തിയില്ല വന്നാൽ, അല്ലെങ്കിൽ അതുപോലെ യൂസേജ് ഉണ്ട്, ബാറ്ററിയിൽ നിൽക്കുന്നില്ല എന്ന് വന്നാൽ മാത്രമേ ഉള്ളൂ KSEBിലേക്ക് ലോഡ് ഷിഫ്റ്റ് ആകുകയുള്ളൂ. ബാറ്ററി വോൾട്ട് ഒരു പരിധിക്കപ്പുറം താഴത്തേക്ക് പോയാൽ മാത്രമാണ് KSEB ചാർജിങ് അവിടെ നടക്കുന്നത്. PCU മോഡ് ഓണാക്കിയ ശേഷം ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ക സോളാർ സിസ്റ്റമായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു ഹെവി ഡ്യൂട്ടി ഇൻവെർട്ടറാണ്. എങ്കിലും ഇതിൻ്റെ സ്വിച്ചിങ് എലമെൻറ്റ് MOSFET തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മോഡലിൽ 96 വോൾട്ട്, അതായത് 8 ബാറ്ററി സിസ്റ്റം മുതൽ IGBTകളാണ് സ്വിച്ചിങ് എലമെൻ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും ഈ സിസ്റ്റത്തിൽ 4000 വാട്ട്സ് വരെയുള്ള ലോഡുകൾ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഉപയോഗിക്കാം. വലിയ ജർക്കിങ്ങോ വൈബ്രേഷനോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്. മുൻപും നമ്മൾ ഇതിൻ്റെ തന്നെ ആൽഫ എന്ന് പറയുന്ന മോഡൽ നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ തന്നെ ഗ്രിഡ് എക്സ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന സിഗ്മ എന്ന് പറയുന്ന മോഡലാണ്. ഇതിൽ നമുക്ക് അഡീഷണലായിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് 5 വർഷം വാറണ്ടി. മറ്റൊരു ഇൻവെർട്ടർ കമ്പനികളോ അല്ലെങ്കിൽ മറ്റൊരു ഇൻവെർട്ടർ മോഡലുകൾ പ്രൊവൈഡ് ചെയ്യാത്ത ഒരു കാര്യമാണത്, 5 വർഷം വാറണ്ടി എന്നുള്ളത്. വലിയൊരു ക്യാബിൻ സൈസിലാണ് വരുന്നത്. 4 നൈലോൺ വീലുകളാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ ഒരു കൂളിംഗ് ഫാൻ, അത് 48 വോൾട്ട് DC ഫാനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ചേഞ്ച് ഓവർ റോട്ടറി അല്ലെങ്കിൽ ബൈപ്പാസ് സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഇൻവെർട്ടർ ഇതിലൂടെ ഓഫ് ചെയ്യുകയും അതുപോലെ തന്നെ ബൈപ്പാസ് മോഡിൽ ഉപയോഗിക്കാം. ഇൻവെർട്ടർ മോഡിൽ നമുക്ക് തിരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു സ്പെക്ക് ടെക്നിക്കൽ ഡാറ്റ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡൽ സിഗ്മ എന്നാണ് പേര്. ഇതിൽ നമുക്ക് 5000 VA ആണ് ഇൻവെർട്ടർ കപ്പാസിറ്റി. പാനൽ ഏകദേശം സോളാർ പാനൽ 230 വോൾട്ട് DC സപ്പോർട്ട് ചെയ്യും. അതായത് നമുക്കൊരു ഇപ്പോഴത്തെ പുതിയ മോഡൽ 550 വാട്ട്സിന് മുകളിൽ വരുന്ന 4 പാനലുകൾ വരെ ഒരൊറ്റ സ്ട്രിങ്ങിൽ സീരീസ് ചെയ്ത് കൊടുക്കാം. അതുപോലത്തെ 2 സ്ട്രിങ്ങുകൾ നമുക്ക് പാരൽ ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള സിസ്റ്റത്തിൽ. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 25 സ്ക്വയർ mm ഹെവി ആയിട്ടുള്ള ബാറ്ററി കണക്ഷൻ കേബിളുകളാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ പാനൽ സൈഡ് ഇൻപുട്ട് ഓഫ് ചെയ്യാനോ അതുപോലെ തന്നെ ബാറ്ററി സപ്ലൈ ഡിസ്കണക്ട് ചെയ്യാനായിട്ടല്ലേ അതിനുവേണ്ടി ഒരു 63 ആംപിയർ MCB, കൂടാതെ ഇൻപുട്ട് ഔട്ട്പുട്ട് MCBകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ സേഫ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്.
ബാറ്ററി ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് 24 വോൾട്ടിന് മുകളിലുള്ള സിസ്റ്റങ്ങളിൽ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഹെവി ആയിട്ടുള്ള ആർക്കിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്വിച്ച് ഓഫ് ചെയ്യുന്നതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. ബാറ്ററി കണക്ട് ചെയ്ത ശേഷം വളരെ സേഫായിട്ട് ഈ ഒരു ഐസൊലേറ്റർ നമുക്ക് ഓൺ ചെയ്ത് വർക്കിങ്ങിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഒരു 4000 വാട്ട്സ് വരെ കണക്റ്റഡ് ലോഡുള്ള ഒരു വീടിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഏറെക്കുറെയുള്ള എല്ലാ ലോഡുകളും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. 200 AHൻ്റെ 4 ബാറ്ററികളും 550 വാട്ട്സിന് മുകളിൽ കപ്പാസിറ്റിയുള്ള 4 അല്ലെങ്കിൽ 6 പാനലുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഹെവി യൂസൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും 6 പാനൽ വെക്കുന്നതാണ് നല്ലത്. ഇനി ഒരു മീഡിയം യൂസേജ് ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 4 പാനലായിട്ട് ലിമിറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് 5000 വാട്ട്സ് സോളാർ പാനൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ വരുന്ന 545 വാട്ട്സ് 550 വാട്ട്സിൻ്റെയൊക്കെ 8 പാനലുള്ളവരെയൊക്കെ നമുക്കിതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പൊതുവേ 4 ബാറ്ററി സിസ്റ്റങ്ങളിൽ അത് കൂടുതൽ പാനൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. പകൽ സമയത്ത് അതുപോലെ ലൈവ് ലോഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ പാനലുകൾ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഉള്ള കാര്യമുള്ളൂ. നമുക്കൊരു 2000 വാട്ട്സ് മുതൽ 3000 വാട്ട്സ് വരെ പാനലുകളുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വീട്ടിലെ ഡെയിലി ഒരു 10 യൂണിറ്റ് വരെയുള്ള ഉപയോഗമുള്ള വീട്ടിലെ എല്ലാ ലോഡുകളും നമുക്കിതിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇൻവെർട്ടർ കപ്പാസിറ്റിയുടെ ഒരു 50% ലോഡിൽ ഉപയോഗിക്കുന്നതാണ് ഇൻവെർട്ടറിൻ്റെ ലൈഫിനും സിസ്റ്റത്തിൻ്റെ സ്മൂത്തായിട്ടുള്ള വർക്കിങ്ങിനൊക്കെ വളരെ നല്ലത്. പൊതുവേ 5 kVA അല്ലെങ്കിൽ 4 kVA എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ലോഡിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളിൽ കംപ്ലീറ്റ് ലോഡ് ഈ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫോർമറിലും ബോർഡിലും വരുന്നതുകൊണ്ട് തന്നെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകൾ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കാലം ലൈഫ് കിട്ടുകയും ഇടയ്ക്ക് ഉള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള എററുകൾ ഒഴിവാക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ഈ സിസ്റ്റത്തിൽ നമുക്ക് അറ്റ് എ ടൈം 1-2 ഇൻവെർട്ടർ ഐസികൾ അതുപോലെ തന്നെ വീട്ടിലുള്ള ലൈറ്റ് ലോഡുകൾ, TV, ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള ഡിവൈസുകൾ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ 5000 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ടിവിറ്റി കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 5000 വാട്ട്സോളം നമുക്ക് ഇതിൽ ലോഡ് ചെയ്യാനും സാധിക്കും. 48 വോൾട്ടിൽ 5000 വാട്ട്സ് ലോഡ് ചെയ്യുന്നത് തിയറിറ്റിക്കലി നമുക്ക് അത്ര കറക്റ്റായ രീതിയല്ല. എങ്കിലും നമുക്കൊരു 4000 വാട്ട്സോളം പാനൽ സപ്പോർട്ടുള്ള സമയത്ത് പീക്ക് ലോഡ് എന്നുള്ള നിലയിൽ 4000 വാട്ട്സോളം ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ സ്റ്റേബിൾ ആവുന്നതാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് സമയമെടുത്ത് വാച്ച് ചെയ്യാവുന്നതാണ്. ബാക്ക് ബട്ടൺ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഡിസ്പ്ലേ സ്ക്രോളിങ്ങിലാവുന്നതാണ്. സ്ക്രോളിംഗ് ആവുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ 4 റീഡിങ് വായിച്ചെടുക്കാൻ കുറച്ച് സമയം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ബാക്ക് ബട്ടൺ അടിച്ച് സ്റ്റേബിൾ ആക്കി കഴിഞ്ഞാൽ വ്യൂ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. അതായത് നമ്മൾ സെറ്റിങ്സുകളൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടർ ഓഫ് ചെയ്ത് ഓൺ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ റീസെറ്റ് ബട്ടൺ ഉപയോഗിക്കാം. അതായത് ഇതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സിസ്റ്റം വർക്കിംഗ് ആകുന്ന സമയത്ത് സിസ്റ്റം ഓൺ എന്ന് പറയുന്ന ലൈറ്റ് തെളിഞ്ഞിരിക്കും. ബാക്കപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബാറ്ററി ഫുള്ളായ ശേഷം ലോഡ് കംപ്ലീറ്റ് സോളാറിൽ അല്ലെങ്കിൽ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻവെർട്ടർ ഓൺ എന്ന് പറയുന്ന ഈ സ്വിച്ച് അല്ലെങ്കിൽ ഈ LED ഇൻഡിക്കേഷൻ തെളിഞ്ഞിരിക്കും. സോളാർ PV ചാർജിങ് ഓൺ ആണെങ്കിൽ ഇത് ഇൻഡിക്കേഷൻ ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ ഗ്രിഡ് ചാർജിങ് നമ്മൾ നിലവിൽ ഓൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോളാർ പാനൽ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടില്ല. ബാറ്ററിയുടെ കണ്ടീഷൻസ് അതുപോലെ ഓവർ ഹീറ്റ് ലോഡ് മെയിൻ സപ്ലൈയിലുണ്ടാകുന്ന വേരിയേഷൻസൊക്കെ കൃത്യമായിട്ട് വാണിങ്ങുകൾ ഇതിൽ തരുന്നതാണ്. ഓവർ ഹീറ്റ് ഇൻഡിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതിൽ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്സ് വ്യൂ ചെയ്യാം. അതുപോലെ തന്നെ അതായത് ഇതുവരെയുള്ള ഹിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കും. പൊതുവേ നമ്മൾ സെറ്റിങ്സുകൾ ചേഞ്ച് ചെയ്യാനായിട്ട് താഴത്തേക്കുള്ള അപ്പ് ആൻഡ് ഡൗൺ ആരോസ് അല്ലെങ്കിൽ ഈ ബട്ടണുകൾ നമുക്ക് ഉപയോഗിക്കാം. ഡൗൺ ബട്ടൺ ഉപയോഗിച്ച് സെറ്റിങ്സിൻ്റെ നേരെ ആരോ വരുന്ന രീതിയിൽ വെച്ച ശേഷം എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് അതുപോലെ തന്നെ സെലക്റ്റീവ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാണ് നമുക്ക് പൊതുവെ വേണ്ടി വരുന്ന PC യൂസർ സെറ്റിങ്സ് ആണ്. അതിൽ നമുക്ക് ഗ്രിഡ് ചാർജർ ഇനേബിൾ ചെയ്യാം. ഇപ്പം നിലവിൽ ഇനേബിൾഡ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ IT ലോഡ് ഇപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഓപ്പറേഷണൽ മോഡാണ് നമ്മൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യേണ്ട ഒന്ന്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഹൈബ്രിഡ് മോഡാണ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് താഴേക്കും മുകളിലേക്കും ഏത് മോഡ് വേണമെങ്കിലും ചൂസ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ മോഡിലേക്ക് മാറുന്നതാണ്. ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തടുത്ത ഓപ്ഷനുകളിലേക്ക് പോകാം. പിന്നെ ഗ്രിഡ് എക്സ്പോർട്ട് മോഡ്, അതായത് നമ്മളിത് ഓൺ ഗ്രിഡ് ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗ്രിഡ് എക്സ്പോർട്ട് മോഡ് നമുക്ക് ഇനേബിൾ ചെയ്യാവുന്നതാണ്. നിലവിലിപ്പോൾ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇൻപുട്ടിൽ കൊടുക്കുന്ന AC സോഴ്സ് ജനറേറ്റർ സോഴ്സ് ആണോ
ഗ്രിഡ് സോഴ്സ് ആണോ അല്ലെങ്കിൽ KSEB എന്നുള്ളതാണോ ജനറേറ്ററിൽ നിന്നുള്ളതാണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ജെൻസെറ്റ് പവർ ഇതിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത. പൊതുവേ സാധാരണ സൈൻ വേവ് ഇൻവെർട്ടറുകളിൽ ജനറേറ്ററിൽ നിന്ന് വരുന്ന സപ്ലൈ അക്സെപ്റ്റ് ചെയ്യപ്പെടാറില്ല. അപ്പോൾ ഇത് അതിന് സാധിക്കുന്നൊരു ഇൻവെർട്ടറാണ്. പിന്നെ ഇതിൻ്റെ വേർഷൻ ഇൻഫോർമേഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫാക്ടറി സെറ്റിങ്സുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പൊതുവേ നമ്മൾ ആ സെറ്റിങ്സുകളിലേക്കൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടറിൻ്റെ ഡീഫോൾട്ട് സെറ്റിങ്സുകൾ മാറുകയും അത് ബാറ്ററി ചാർജിങ്ങിനെ ബാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മളിവിടെ വിവരിക്കുന്നില്ല. നോർമലി ഒരു സാധാരണ ആൾക്കാർക്ക് ആവശ്യമുള്ള സെറ്റിങ്സുകളൊക്കെ ഈ എൻ്റർ ബട്ടണുകൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റാവുന്നതാണ്. മെയിനായിട്ട് നമുക്കിവിടെ ഇതിൻ്റെ ഡിസ്പ്ലേ സ്ക്രോളിംഗ് ആണ്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ എക്സ്പോർട്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ബാറ്ററി വോൾട്ട്, എത്ര ആംബിയർ ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു, അത്തരം കാര്യങ്ങൾ, സോളാറിൽ നിന്നുള്ള വോൾട്ട്, ആംബിയർ, ഔട്ട്പുട്ട് എത്രയിലാണ്, അല്ലെങ്കിൽ എത്ര ലോഡ് ഇതിലുണ്ട് എന്നുള്ളത്. ഇത് ബൈപ്പാസ് മോഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് ലോഡ് കൃത്യമായിട്ട് കാണിക്കുന്നതാണ്. ഇത് നല്ല ആക്യുറസി ഉള്ള ഒരു എനർജി മീറ്റർ ആയിട്ടും കൂടെ നമുക്കിത് ഉപയോഗിക്കാൻ വേണമെങ്കിൽ. അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പവർ സപ്ലൈ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ നമുക്ക് മോട്ടർ, AC തുടങ്ങിയ ലോഡുകൾ ഫുൾ ടൈം കറണ്ട് അല്ലെങ്കിൽ KSEB സപ്ലൈ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് അനുയോജ്യമാണ്. ഇതിൻ്റെ കോസ്റ്റ് വൈസ് നോക്കുമ്പോഴും ലാഭനഷ്ടങ്ങൾ പരിശോധിക്കുമ്പോഴൊക്കെ നമുക്ക് വളരെയധികം വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായേക്കാം. എങ്കിലും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമുക്കൊരു സോളാർ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് സൊല്യൂഷൻ ഹെവി ലോഡിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഏകദേശം 65,000 രൂപയോളമാണ് ഇൻവെർട്ടറിൻ്റെ കോസ്റ്റ് വരുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യുക. മറ്റൊരു സോളാർ റിലേറ്റഡ് വീഡിയോയുമായിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.